ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഹമ്മദ്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയും അറിഞ്ഞുമൊക്കെ വെബിനാറിന്റെ ജേണിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓവർകമ്മിങ് പെർഫെക്ഷനിസം ഇൻ ലേണിംഗ് എന്നുള്ളതാണ്. അതായത് ലേണിംഗിൽ പെർഫെക്ഷനിസം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണം എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലേണിംഗ് എപ്പോഴും പെർഫെക്റ്റ് ആകണം എന്ന ഒരു തോട്ട് പലപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ ഈ തോട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നിന്നൊക്കെ തടയും. സോ ശരിക്കും യഥാർത്ഥത്തിൽ ലേണിംഗ് എന്നത് പെർഫെക്റ്റ് ആവാനുള്ള ഒരു യാത്രയല്ല, പ്രോഗ്രസ് ചെയ്യാനുള്ള യാത്രയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്ക് പെർഫെക്ഷനിസം എന്താണ്, അതുപോലെ അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്നത്, അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ മാം നമ്മോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ഇവിടെ ലീഡ് ചെയ്യാൻ പോകുന്നത് സന്ധ്യ മാം ആണ്. മാം ഒരു മോണ്ടിസറി ടീച്ചറാണ്, ഇംഗ്ലീഷ് ട്രെയിനറാണ്, ഇന്റർമീഡിയറ്റ് IELTS ട്രെയിനർ ലെവലിൽ മാം എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മുടെ വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വെബിനാറുകളും മാം നടത്തി വരുന്നുണ്ട്. മാമിന്റെ തന്നെ ഇൻഡിവിജ്വൽ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് 1-to-1 ആയിട്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ടൈമിൽ മാമുമായി കണക്ട് ചെയ്തിട്ട് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. സോ നമ്മുടെ ഈ സെഷനിലേക്ക് എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സന്ധ്യ മാമിനെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. Thank you, Ahmed. Thank you so much for your beautiful intro. And first of all, good evening, all of you. Good evening. Good evening, ma'am. Good evening, very good evening. So, എല്ലാവരും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാണ്. ഈ ഒരു സമയത്തും എല്ലാവരും ടൈം കണ്ടെത്തി ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നതിൽ വളരെ നന്ദി. താങ്ക് യു ഓൾ ഓഫ് യു ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് വെൽക്കം. ആൻഡ് നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചിലരെയൊക്കെ എനിക്കറിയാം. ആൻഡ് കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെയും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനെയും എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് നമ്മുടെ കോഴ്സിലൂടെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതും കൂടി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ആ ഒരു സ്കില്ല് നേടിയെടുക്കാൻ നമുക്ക് എന്തെല്ലാം വേണം അല്ലെ? നമ്മുടെ കോഴ്സിന് വന്ന് ഓരോരുത്തർ എന്താ പറയണ്ടേ, നമ്മുടെ എൻക്വയറിക്ക് വരുമ്പോൾ അവരവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ പ്രോബ്ലംസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളമാണ് ഈ ഒരു ലാംഗ്വേജ് ആയിട്ട് അവർ സഫർ ചെയ്യുന്നത്. ഇന്നും ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെ, പല പല കാര്യങ്ങൾ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പലരുടെയും വിഷമങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനിവിടെ പറയുന്ന ഓരോ വെബിനാറിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്ന് കണ്ടുപോന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ വെബിനാർസിലും ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും അവർ നേടിപ്പോയിട്ടുള്ള അവരുടെ സൊല്യൂഷൻസും അവരുടെ റിസൾട്ടുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാറ് എല്ലാ വെബിനാറിലും. അപ്പോൾ ലാംഗ്വേജ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം വേണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ ആ ഒരു ബേസിക് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം, അത് എങ്ങനെ ഗ്രാജുവലി ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ ആ ഒരു ലാംഗ്വേജിലേക്ക് നമ്മൾ പതുക്കെ ഒന്നും നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്യേണ്ടതില്ല. മൈൻഡ് ഒന്ന് കാം ഡൗൺ ചെയ്താൽ തന്നെ എല്ലാം ശരിയാവും. നമ്മൾ ഈ ഹറിബറി ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ട് പലതിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് എല്ലാം അവതാളത്തിലാവുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് കുറച്ചൊന്ന് കാം ഡൗൺ ആയിട്ട് ആ ഒരു കാര്യത്തിനെ ഒന്ന്, ഇപ്പൊ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തിന് ഞാൻ ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് കാം ഡൗൺ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരങ്ങളും.
എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എൻക്വയറിക്ക് വരുമ്പോൾ അവരങ്ങ് കുറേ പ്രശ്നങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് സ്കില്ലിലേക്ക് പതുക്കെ പതുക്കെ എൻട്രി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ലാംഗ്വേജ് സ്കില്ല് നമ്മൾ നേടിയെടുത്താൽ തന്നെ ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് നാലാളുടെ ഇടയിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കണം. നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നമ്മുടെ സംസാരത്തിലൂടെയാണ് അത് പുറത്തു വരിക. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ലാംഗ്വേജ് ആണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പോ ആ ഒരു ലാംഗ്വേജ് സ്കിൽ പലർക്കും ആ ഒരു എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, എന്ത് ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നാലാളുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അവര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഒരു പ്രൊമോഷനിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ, ഇവിടെയൊക്കെ അവര് സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ അതിനാണ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ നമ്മളൊരു ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ 1 hour ആണ് നമ്മുടെ ക്ലാസ്. ഇൻഡിവിജ്വൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത് 1 hour, 1.5 hour ഒക്കെ നീണ്ടു പോകാറുണ്ട്, 2 hour എടുക്കാറുണ്ട്. എത്ര ടൈം അവർ എടുക്കുന്നു അത്ര എനിക്ക് സന്തോഷമാണ്. അത്രയും അവർ സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അവർ സംസാരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയാറുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ടൈം എടുത്ത്, എത്ര ടൈം വേണമെങ്കിലും എടുത്ത് ഈ ഒരു കോഴ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെയും ഈ ഒരു ലാംഗ്വേജ് സ്കില്ലിനെയും എങ്ങനെ നമ്മുടെ കോഴ്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഇന്ന് പറയുന്നതും ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നും അതിനോട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നും ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ടോപ്പിക്കിന്റെ നമ്മുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓവർകമ്മിങ് പെർഫെക്ഷനിസം ഇൻ ലേണിംഗ്. എങ്ങനെയാണ് ഈ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഒരു ലേണിംഗിൽ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസിന്റെ എൻക്വയറിക്ക് വരുന്നവരൊക്കെ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ മാം, എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം, എന്തായിരിക്കും ആദ്യം അവർ പറയാ? ഒന്ന് പറയോ? നമ്മുടെ ഒരു കോഴ്സിന്റെ എൻക്വയറിക്ക് ആദ്യം വരുമ്പോ അവർ എന്തായിരിക്കും ചോദിക്കുക, എന്തായിരിക്കും അവർ പറയാ? എനിവൺ? കോഴ്സ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് കോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്, സൈക്കോളജിക്കൽ എന്തെങ്കിലും ആണോ? ലാംഗ്വേജ് ആണെങ്കിൽ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെന്നായിരിക്കും. അതല്ലാതെ മാം ഞാൻ പറഞ്ഞു വന്നത് ടൈമില്ല. ഓക്കെ അതാണ് ഫസ്റ്റ് പറയുന്നത്, ടൈമില്ല എന്നുള്ളതാണ് അവർ ആദ്യം നമ്മളോട് പറയാം. ഓക്കെ മാം, എനിക്ക് ടൈമില്ല എന്നുള്ളതാണ് ആദ്യം പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരേ ടൈമേ ഉള്ളൂ അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു ടൈമേ ഉള്ളൂ. അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണോ എന്നുള്ളതാണ്. അതെ, നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൺസേൺ ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്ന, കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരൊക്കെ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് നമ്മുടെ കോഴ്സിന് വന്ന് ജോയിൻ ചെയ്യുന്നവരൊക്കെ. ഓക്കെ, അപ്പൊ എനിക്കറിയാം അവര് സംസാരിക്കാത്തത് അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് എന്താണ്, ഐ മസ്റ്റ് സ്പീക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു കാര്യം അവര് എവിടെയോ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ഇംഗ്ലീഷേ പറയൂ. ഓക്കെ, അതെല്ലാവരുടെ ആഗ്രഹമാണ് അല്ലേ? നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ വരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചിട്ടും ഇപ്പോഴും നമുക്ക് അതിൽ സ്ട്രഗിൾ ചെയ്യണമെന്ന് തോന്നുമ്പോൾ പല പല കോംപ്ലക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, പലതരത്തിലുള്ള കോംപ്ലക്സുകൾ അവിടെ വരാറുണ്ട്. ഇത്രയും കാലം പഠിച്ചിട്ട് ഇപ്പൊ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിന് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒബ്വിയസ്ലി എന്താണ് വരിക? കോൺഫിഡൻസ് കുറയും അല്ലേ? അവർക്ക് ഒരു സെൽഫ് ക്രിറ്റിസിസം വരും. ഇതൊക്കെയാണ് അവിടെ വർക്ക് ആവുക. അപ്പോ ഈ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ ഇതിന് 2 ലെയർ ഉണ്ട് അല്ലെ? അതിന്റെ പോസിറ്റീവ് വശമുണ്ട്, അതിന്റെ നെഗറ്റീവ് വശമുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുമ്പോൾ ഒരാള് പെർഫെക്റ്റ് ആവും, ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന ജോലികളൊക്കെ എങ്ങനെയായിരിക്കും? വളരെ പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ? ടൈം എടുത്തിട്ടായിരിക്കും ചെയ്യാം. അതിനെന്താണ്, മിസ്റ്റേക്സ് ഒന്നും അധികം ഉണ്ടാവില്ല. മിസ്റ്റേക്സ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്കിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാവും.
അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പെർഫെക്ഷനിസം എന്താണ്? പോസിറ്റീവാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് അല്ലെ? അതാണ് നമ്മുടെ ഈ ഒരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ എപ്പോഴും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെ? ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടല്ലോ അല്ലെ? അതെ, മനസ്സിലാവുന്നുണ്ട്. യെസ് മാം. സോ അപ്പൊ ആദ്യം നമ്മൾ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കുക? അവരുടെ ലാംഗ്വേജിന്റെ ലെവൽ നോക്കും. ആ ഒരു ലെവൽ നോക്കുമ്പോൾ അവർക്ക് ബേസിക് ആണ് കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ക്ലാസ്സസ് നമ്മൾ കൊടുക്കും. അപ്പൊ പിന്നെ ഒരു 3-4 ദിവസം ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരണമല്ലോ, നമ്മളോടൊന്ന് സംസാരിച്ച് ഓപ്പൺ അപ്പ് ആവണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെറിയ ടോപ്പിക്കുകളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യും. ചെറിയ ടോപ്പിക്കുകളിൽ നമ്മളെടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അവരവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മാം നാളെ സംസാരിക്കാം, ഞാൻ ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആവട്ടെ. ഓക്കെ, ഈ ഒരു പെർഫെക്ഷനിസം നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഹെസിറ്റേഷൻ, സംസാരിക്കാനുള്ള ഹെസിറ്റേഷൻ. പിന്നെന്താണ്? കൂടുതൽ കോൺഷ്യസ് ആവുകയാണ് നമ്മൾ. എന്തിനെ കുറിച്ചിട്ട്? ഫിയർ ഓഫ് ഗ്രാമർ മിസ്റ്റേക്ക്. പിന്നെന്താണ്? ഓവർ തിങ്കിങ്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. നമ്മളെ ഇൻസൈഡ് നമ്മുടെ തോട്ടുകൾ ഇങ്ങനെയായിരിക്കും. ഞാൻ പെർഫെക്റ്റ് ആവട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഉണ്ടാവുന്ന തോട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് അല്ലെ? അപ്പൊ ഈ ഒരു ഹെസിറ്റേഷൻ നമ്മൾ എന്താ ചെയ്യണത്? നമ്മളെ ബ്ലോക്ക് ചെയ്യാണ്. സംസാരിക്കാൻ നമ്മളെ അവിടെ ബ്ലോക്ക് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി എന്താവും? സൈലന്റ് ആവും. ഈ സൈലൻസിലൂടെ നമുക്കൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തേ ഇമ്പ്രൂവ് ആയിക്കുള്ളൂ? ലാംഗ്വേജ് ഇംപ്രൂവ്സ് ഓൺലി ബൈ സ്പീക്കിംഗ് അല്ലേ? അല്ലാണ്ട് നമ്മൾ ഒരു പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട്, ഒരു പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ സംസാരിക്കില്ല. ആ ഒരു ഹെസിറ്റേഷൻ അവിടെ തന്നെ നിൽക്കും. അപ്പോ അതിനെ ഓവർകം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഒരു ഹരിബറി ആവാനുള്ള, അതായത് ഒരു ടാർഗറ്റ് ഉണ്ട്. അത് നല്ലതാണ്. ഒരു ടാർഗറ്റ് ഉണ്ടാവും എല്ലാവർക്കും. മാം എനിക്ക് ഇത്ര സമയം കൊണ്ട് എനിക്ക് ഇന്ന പോലെ, അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാനാണ്, എനിക്ക് ആ സ്പീക്ക് കൊടുക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. അങ്ങനെ ഒരു ടാർഗറ്റുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. ആ ടാർഗറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഈ ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഈ ഒരു ഹറിബറി മൂഡിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് കാം ഡൗൺ ആയാൽ ഇതൊന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിരുന്നു സമയമില്ല എന്നുള്ളത്. അവിടെ നിന്നാണ് ഈ ചിന്ത വരുന്നത്, എനിക്ക് സമയമില്ല, ഈ സമയമില്ലാത്തടത്ത് എനിക്കിത് പഠിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഈ ഹെസിറ്റേഷൻ നമ്മളെ ബ്ലോക്ക് ചെയ്യും. എന്തിനാ? സംസാരിക്കാനായിട്ട്. ആ സൈലൻസ് ഒരിക്കലും നമ്മളെ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കില്ല അല്ലെ? അപ്പോൾ ഒരു തരത്തില് നമുക്ക് ഈ പെർഫെക്ഷനിസം നല്ലതാണെന്നുണ്ടെങ്കിലും വേറൊരു തരത്തില് നമ്മളുടെ എന്താണ്? ശത്രുവാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് എല്ലാ ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സും ഒരിക്കൽ ബിഗിനേഴ്സ് ആയിരുന്നു അല്ലെ? എല്ലാ ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സും ഒരിക്കൽ ബിഗിനേഴ്സ് ആയിരുന്നു. അവർ ഈ പറയുന്ന കടമ്പകളിലൂടെയൊക്കെ വന്നിട്ടാണ് അവർ ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സ് ആയിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് ഓവർനൈറ്റ് കൊണ്ട് ഒന്നും ഇവിടെ മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലെ? അപ്പോ നമുക്ക് മിസ്റ്റേക്കിലൂടെ തന്നെയുള്ളൂ ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മളിങ്ങനെ നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയായിരിക്കും അത്? ഒന്ന് നിങ്ങൾക്ക് അറിയാം, ഹെസിറ്റേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യും അല്ലെ? പിന്നെന്താണ്? പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ ഈ പെർഫെക്ഷനിസം സമ്മതിക്കില്ല അല്ലെ? പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കോഴ്സിന് വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഒരു ഒട്ടും ടൈമില്ല. ഓക്കെ, ഒട്ടും ടൈമില്ലാത്ത സമയത്ത് ഇങ്ങനെ വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർ പറയും, മാം എനിക്ക് ടൈമില്ല, ബട്ട് എനിക്ക് ഇത്രയും സമയം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ വേണം, ഞാൻ എന്ത് ചെയ്യും? അതായിരിക്കും ആദ്യത്തെ ചോദ്യം അവർ ചോദിക്കുക. ഓക്കെ, അപ്പൊ അവര് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, മാം ഞാനൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ, അത് എനിക്ക് ഇത്രയും ഒരു കാര്യങ്ങൾ എനിക്ക് തീർക്കാനുണ്ട്, അത് കഴിഞ്ഞ് ഞാനൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ,
നമ്മൾ ഓക്കെ പറയും. അത് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിക്കും. ഓക്കെ, എന്നിട്ട് അവർ പറയും മാം ഒരാഴ്ചയും കൂടി അത് എൻ്റെ ഈ ഒരു പ്രോജക്റ്റും കാര്യങ്ങളോട് ഒന്നിങ്ങനെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴേക്കും ഞാൻ ഇതിൽ വന്ന് ജോയിൻ ചെയ്യാം. മാം എൻ്റെ ടൈം ആർക്കും കൊടുത്തേക്കല്ലേ? ഓക്കെ, കൊടുക്കുന്നില്ല. ഈ 10 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ വരുമ്പോൾ എന്താ പറയണേ? മാം ആദ്യം ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നേക്കാട്ടിലും തിരക്കാണ് എനിക്കിപ്പോ എന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നിങ്ങള് ഒരു 1 year ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈം കണ്ടെത്താനായിട്ട് പറ്റില്ല, അല്ലേ? നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോയാൽ മതിയായിരുന്നു, നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നില്ല, വളരെ ഫ്രീ ആയിരുന്നു, അല്ലേ? ബട്ട് ഈ ഒരു ഏജിൽ ഈ ഒരു ടൈമിൽ നമ്മളൊരു ജോലിയിലൊക്കെ കയറിയതിന് ശേഷം ഒരു ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ എന്ത് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ ആയിരിക്കില്ല, നമുക്ക് ടൈമും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമുക്ക് വർക്ക് പ്രഷർ ഒന്നായിരിക്കും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പലതും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്നിട്ടാണ് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അവരെത്തുന്നത്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു ടൈം, നിങ്ങൾക്കൊരു കൺവീനിയന്റ് ടൈം എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കൺവീനിയന്റ് ടൈം നിങ്ങളൊന്ന് പറയൂ. അപ്പൊ ഒരു 7 to 8 നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 7 to 8 നിങ്ങൾ ക്ലാസ്സിന് വരൂ. ഓക്കെ, ഈ 7 to 8 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ പകൽ ഈ ഒരു അവേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഈ ഒരു 7 to 8 നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെ? അപ്പോ നിങ്ങൾ ബാക്കിയുള്ള ഈ മോർണിംഗ് തൊട്ടിട്ടുള്ള ഈ ടൈം നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും, അതിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യും, നിങ്ങൾ ഈ 7 to 8 ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. ആ 7 to 8 അവർക്ക് ഇവിടെ ഫ്രീ ആയി കിട്ടും. അങ്ങനെ വളരെ ഡൗട്ട്, എന്താ പറയുക, എനിക്ക് ഒട്ടും ആ ഒരു ടൈം പറ്റില്ല എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ വന്ന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി പോയിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വീണ്ടും വരികയാണ്, സമയമില്ല എന്നുള്ളത് ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണത്, അല്ല എന്നല്ല പറയുന്നത്. ബട്ട് നമുക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്താൽ നമുക്കും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതല്ല, എന്ത് കോഴ്സ്, ഇപ്പൊ വിംബിളിൽ ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് സമയം. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ക്ലാസ്സിൽ വളരെ കൂളാണ്, ആ ടൈമിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒന്നാണ്. സ്ട്രെസ് റിലീഫ് ആണ് എന്ന് പറയാറുണ്ട് ചിലരൊക്കെ. നമ്മുടെ ക്ലാസ്സിനൊരു സ്ട്രെസ് റിലീഫ് ആയിട്ട് കാണുന്നു എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിക്കുകളൊക്കെ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഇന്ന ടോപ്പിക് നാളെ പ്രസന്റ് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വരൂ, അങ്ങനെ പറയാറില്ല. ഇത്ര ആക്ടിവിറ്റീസ് നാളെ ചെയ്തു വരണം, അങ്ങനെ പറയാറില്ല. ഇവിടെ നിങ്ങൾ എന്തിനാണ് ജോയിൻ ചെയ്തത്? ഇവിടെ ആരും കുട്ടികളല്ല, എല്ലാവരും അഡൽട്സ് ആണ്. അപ്പോ നിങ്ങൾ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഒരു ഫോഴ്സിങ്ങിന്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് ഒരു വൺ മന്ത്, ചിലർ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, ആ ഒരു 1 മന്തിന്റെ ഉള്ളിൽ ആ കോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നവരുണ്ട്. നമുക്കത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഓക്കെ, അപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ സമയമില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടതില്ല. എന്ത് കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചാൽ നമുക്കവിടെ സമയമുണ്ട്. ഓക്കെ, അതാണ് ഈ പെർഫെക്റ്റ് ടൈം തെരഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടില്ല. ഈ ഒരു ബിസി ലൈഫിൽ നമുക്കൊരു പെർഫെക്റ്റ് ടൈം ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഈ പറയുന്ന പെർഫെക്ഷനിസം നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ വർക്കുകളൊക്കെ, ബട്ട് എന്താണ് അവിടെ ടൈം വേണം. നമുക്കത് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ടൈം, നമ്മൾ അത്രയും കോൺഷ്യസ് ആയിരിക്കും, ആ ഒരു ടൈമിൽ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും. ഈ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഒബ്വിയസ്ലി
എന്താണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവും അല്ലേ? ആ സ്ട്രെസ് നമ്മളൊരു ഒരു ഒരു ടൂ മച്ച് പ്രഷർ ആയിരിക്കും ആ ഒരു സമയത്ത്. അവർ ഗോ ത്രൂ ചെയ്യുന്നത് ടൂ മച്ച് പ്രഷറിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താ ഉണ്ടാവുള്ളൂ? ഓബ്വിയസ്ലി എന്താ ഉണ്ടാവുള്ളൂ? സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് ബ്ലെയിമിങ് അല്ലെ? പിന്നെ അവര് ചെറിയ മിസ്റ്റേക്ക് പോലും അവർ ടോളറേറ്റ് ചെയ്യില്ല അല്ലെ? ഈ പെർഫെക്റ്റ് ആവുക എന്നുള്ള ആ ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്യുമ്പോഴത്തെ ചിന്തകളും അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും അവർ ടോളറേറ്റ് ചെയ്യില്ല. ചെറിയ മിസ്റ്റേക്ക് പോലും അവർക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ട് ഒരു ഫീൽ ചെയ്യും. അവർ ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡും ആയിരിക്കില്ല. ഓക്കെ, ഇതെന്തുണ്ടാക്കും? നമ്മളെ ഗ്രോത്തിനെ ബ്രേക്ക് ചെയ്യും അല്ലെ? ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവണു. അതുപോലെ തന്നെ കാര്യങ്ങൾ ഡിലേ ആക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കോഴ്സിന് വരുമ്പോൾ അവർ പറയുന്ന ടൈമിന്റെ പ്രശ്നം ഉണ്ടല്ലോ, ഇത് കാര്യങ്ങൾ ഡിലേ ആക്കുന്നതാണ്. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആവണം, പെർഫെക്റ്റ് ടൈം ചൂസ് ചെയ്തിട്ട് വരാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഒരു ഡിലേ ആണ്. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ കറക്റ്റ് ടൈമിൽ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു നമുക്ക് വെക്കേഷൻ ഉണ്ടാവുമല്ലോ, സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഞാനൊരു കോഴ്സ്, ഇംഗ്ലീഷ് കോഴ്സ് തന്നെ, അത് ഓഫ്ലൈൻ ആയിരുന്നു. ഓഫ്ലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തു. ഓഫ്ലൈൻ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ്, ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ എപ്പോൾ ഒരു 25 മെമ്പേഴ്സിന്റെ മേലെ അവിടെ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ടീച്ചേഴ്സാണ്, എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, എല്ലാവരും ഉണ്ട്. സാറ്, ഇവരൊക്കെ എന്നെ സംബന്ധിച്ചുള്ള സ്ട്രേഞ്ചേഴ്സ് ആണ്. എനിക്ക് ആരും അറിയില്ല അവിടെ. ഞാനവിടെ ചെന്നു, ഞാനവിടെ ജോയിൻ ചെയ്തു, ഞാനവിടെ ഇരുന്നു. നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും, കംഫർട്ട് ആയിരിക്കില്ല. അപ്പം സാറ് ക്ലാസ്സുകൾ തുടങ്ങി. 3-4 ദിവസങ്ങൾ കഴിഞ്ഞു, ക്ലാസ്സസ് ഒക്കെ അങ്ങനെ പോയി തുടങ്ങി. അവിടെ നിന്നാണ് നമ്മളൊരു ടോപ്പിക് പ്രസന്റേഷനിലേക്ക് വരിക. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമില്ല, ഈ പറയുന്ന ഒരു 10-25 ആൾക്കാരുടെ മേലെ ആൾക്കാർ ഇരിക്കുകയാണ്. അവിടെ സാറ് പറയണ, ഇന്ന് ആരാണ് ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നത്? ഓക്കെ, ഇന്ന് ആരാണ് ഫ്രണ്ടിൽ നിന്നൊരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര പേര് എണീക്കും? ഓക്കെ ഓക്കെ, എത്ര പേര് എണീക്കും? നമ്മൾ ഫുൾ ബാക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? എന്തായിരിക്കും ഒന്ന്? എങ്ങനെ ഞാൻ അവിടെ നിന്ന് സംസാരിക്കും? എന്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? വാട്ട് ഇഫ് എന്തായിരിക്കും? ഞാൻ ഗ്രാമ മിസ്റ്റേക്സ് അല്ലെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എപ്പോഴും അല്ലെ? വാട്ട് ഇഫ് ഐ മേക്ക് ഗ്രാമ മിസ്റ്റേക്ക്? വാട്ട് ഇഫ് അതേഴ്സ് തിങ്ക് അബൌട്ട് മീ? അങ്ങനത്തെ പല ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ മൈൻഡ് നമ്മളോട് എന്തായിരിക്കും പറയാ? ഇത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നീ മിണ്ടാതെ ഇവിടെ ഇരുന്നോ, അതായിരിക്കും പറയാ അല്ലെ? നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലേക്ക്. അതിപ്പോ നമ്മുടെ ക്ലാസ്സിലും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ ഗ്രൂപ്പ് ക്ലാസ്സസ് കൊടുക്കുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന ആൾക്കാർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ കുറച്ചൊക്കെ അറിയുന്ന പേര്, ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ലാംഗ്വേജ് ആവറേജ് അറിയുന്നവരുണ്ടാവും, നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഈ സംസാരിക്കുന്നവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, സംസാരിക്കുന്നവർ എന്തെങ്കിലും ടോപ്പിക്കിൽ സംസാരിക്കും. ബാക്കിയുള്ളവർ ആ കംഫർട്ട് സോണിലേക്ക് അവിടെ ഒതുങ്ങും. അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ കംഫർട്ട് സോൺ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോ നമുക്ക് അതിനെ ഓവർകം ചെയ്തിട്ട് അവിടെ ആ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. ഓക്കെ, അവിടെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ച ഒരു കാര്യം, ഇവരെ ആരും ഞാൻ ഇനി കാണാൻ പോകുന്നില്ല. ഈ ഇരിക്കുന്ന ആരും ഞാൻ ഇനി കാണാൻ പോകുന്ന ഈ സാറിനെ ഞാൻ കാണാൻ പോകുന്നില്ല. എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഞാനൊരു ടോപ്പിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട്. ഞാൻ കോൺഫിഡന്റ് ആണ്, ആ ടോപ്പിക്കിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ബട്ട് ഞാൻ അവിടുന്ന് എണീറ്റ് അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം. അതാണ് എന്റെ ടാസ്ക്. അത് മാത്രമാണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്. അപ്പോ നമ്മൾ ആ ഒരു അവസരത്തിന് നമ്മൾ മിസ് ചെയ്താ പിന്നെ നമുക്കത് വരില്ല. നമ്മൾ ആ ഒരു കംഫർട്ടിൽ തന്നെ നമ്മൾ ഇരുന്നു പോകും. ഞാൻ അവിടുന്ന് എണീറ്റു, അവിടെ സാറിന്റെ അടുത്ത് ചെന്ന് എല്ലാരെയും
ഫേസ് ചെയ്ത് ഞാൻ നിന്നു. 2-3 ഒരു സെക്കൻഡ് ആ ഒരു ടോപ്പിക്കിലേക്ക് വരാൻ ഞാൻ എടുത്തൊരു ടൈം മാത്രമേ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഫിയർ എന്നെ ഞാനൊന്ന് അവിടെ കംഫർട്ട് ആവാൻ എടുക്കുന്ന സമയം മാത്രമേ. ബാക്കി ഞാൻ എൻ്റെ ടോപ്പിക്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, ഞാൻ ക്ലിയർ ആയിരുന്നു. ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു, ഞാൻ സംസാരിച്ചു, ഞാൻ എന്താ പറയണ്ടേ, ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കും ഇന്നും ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോ കുറെ പേര് ക്ലാസ് എടുക്കുന്നതും അവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു കോൺഫിഡൻസിലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ തന്നെ എന്താണ്, നമ്മുടെ ഒരു ബെറ്റർ വേർഷനെ കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അത് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുക. ആ ഒരു ഒറ്റ സമയത്തിന് ഞാൻ ഓവർകം ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ടോപ്പിക് പ്രസന്റേഷൻ ഒരു വിഷയമല്ലാണ്ടായി. പിന്നെ ഞാൻ സാറ് വിളിക്കുമ്പോഴൊക്കെ എൻ്റെ ബാക്കിയുള്ളവർ സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്ന ഒരു ടൈമിൽ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണ് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്ന ചിലപ്പോൾ ആ പെർഫെക്റ്റ് ടൈം വന്നു എന്ന് വരില്ല. കാരണം നമ്മളൊക്കെ അത്രയും തിരക്കുള്ളവരാണ്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ആരൊന്നും മിണ്ടുന്നില്ല. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം, താങ്ക് യു. സോ ഇതിപ്പോ നമ്മൾ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. നമ്മുടെ ഒരു കോൺഫിഡൻസിനെ കളയുന്ന, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നമ്മളെ തന്നെ ഇരുത്തുന്ന, അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്ന ഒരു ഫേസ് ആണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്ന് ഓവർകം ചെയ്യാൻ ഒരു നല്ലൊരു മാർഗമുണ്ട് അല്ലേ? ഉണ്ട് അല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എപ്പോഴും അഡോപ്റ്റ് ചെയ്യേണ്ട നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതെന്താണ് എന്ന് പറയോ? ആസ് എ സ്റ്റുഡന്റ്, ഇതിലിപ്പോ ചിലരൊക്കെ ഓരോ കോഴ്സസ് എടുത്ത് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്താണ് ഒരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കാനായിട്ട്? ലേണർ ആയിരിക്കണം എപ്പോഴും. നല്ലൊരു ലേണർ ആയിരിക്കണം, അഫ്കോഴ്സ് നല്ലൊരു ലേണർ ആയിരിക്കണം. നമ്മൾ അതിനുള്ളൊരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം അല്ലെ? നല്ലൊരു ലേണർ ആയിട്ടിരിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വേണം. ഒരു സ്റ്റുഡന്റ് നമുക്ക് എത്ര ഏജ് ആയിക്കോട്ടെ, നോ മാറ്റർ. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് റിട്ടയർ ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. അവർക്ക് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആക്കണം, അവരുടെ ആഗ്രഹമാണ്. അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവര് നന്നായിട്ട് ടോപ്പിക് പ്രസന്റ് ചെയ്തിട്ടാണ് അവർ പോയത്. ഓക്കെ, അപ്പൊ നല്ലൊരു ലേണർ ആയിരിക്കണം, ഓഫ് കോഴ്സ് നല്ലൊരു ലേണർ ആയിരിക്കണം. പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസി, ക്ഷമ. ഈ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ വില്ലനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? നേരത്തെ പറഞ്ഞ വില്ലൻ അല്ലെ, ആ ഒരു പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. അപ്പോ ഈ ക്ഷമ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളോട് കുറച്ചും കൂടെ കൈൻഡ് ആയിരിക്കും അല്ലെ? മറ്റത് എത്ര നേരം നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് ബ്ലെയിമിങ്, ഇതൊക്കെയാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. എന്താണിത് പഠിക്കാത്ത, എന്താണ് ഇത് പഠിയാത്ത, അല്ലെങ്കിൽ ഞാൻ എത്ര കാലം പഠിച്ചതാണ്, എന്നിട്ട് ഇപ്പോഴും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അല്ലെ, ഒരു സെൽഫ് ബ്ലെയിമിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ചും കൂടെ കൈൻഡ് ആയിരിക്കും അല്ലെ? നമ്മളോട് പറയും അല്ലെ, എന്താ പറയാ, ക്ഷമിക്ക്, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. അത് ക്ഷമയുള്ള ഒരു മനസ്സിലല്ലേ വരുള്ളൂ അല്ലെ? ഒരു കാമായിട്ടുള്ള ഒരു മനസ്സിനെ അങ്ങനെ ഒരു തോട്ട് വരുള്ളൂ അല്ലെ?
ഓക്കെ. നമ്മുടെ മനസ്സിൽ ഈഗോ ഉണ്ടാകാതിരിക്കണം ഫസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഗുഡ്. യെസ് മാം, ഈഗോ ഡെഫിനറ്റ്ലി. നമ്മൾ ഉണ്ടാവരുത്. ഈ ഒരു കാര്യം അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനെയും നമ്മളൊരു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ മാറ്റി വെക്കേണ്ടത് അതാണ്, ആ ഒരു ഈഗോ. ഞാൻ ഇത്രയും അങ്ങനത്തെ ആ ഒരു ചിന്ത മാറ്റി വെച്ച്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു സാറ് ലഞ്ച് ബ്രേക്കിനാണ് സാറ് ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പോ സാർ എന്നെക്കാളും എത്രയോ സീനിയർ ആണ്, പക്ഷെ സാറിന് എന്തില്ല, ആ ഒരു ഈഗോ ഇല്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സാറിന് ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി, ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി സാറ് ടോപ്പിക്കുകൾ പ്രസന്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയോ കൈമോശം വന്നതാണ് ഈ ലാംഗ്വേജ്, അല്ലേ? ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമുക്ക് എവിടെയോ മിസ്സായി പോയിട്ടുള്ള ഒന്നാണ് ഈ ലാംഗ്വേജ്. സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എവിടെയോ പോയതാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ക്ഷമ ശീലിക്കുമ്പോൾ, അല്ലെ, നമ്മളൊരു ക്ഷമ ശീലിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതെന്താണ്? ഒരു കാര്യത്തിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ഒരു എന്താ പറയുന്ന കൺസിസ്റ്റൻസി ബോത്ത് ഫ്രം പേഷ്യൻസി. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത് നമ്മളൊരു പേഷ്യൻസി എന്നായിരിക്കും. ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറെ നേരം ഇരുന്ന് ക്ലാസ് കേൾക്കാൻ, അല്ലെ, എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അവരിരുന്ന് കേട്ടോളൂ. അവർക്ക് എന്തില്ല, ഒരു മടിയില്ല. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ അതിനുള്ള മടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു 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 സമയം അല്ലെങ്കിൽ ഇത്ര സമയം, ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1/2 hour ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക ആരായിരിക്കും? ക്ഷമയുള്ളവരായിരിക്കും, അല്ലെ? മറ്റേതെന്താണ്? എനിക്ക് ആകെ ഒരു മാസമേ ഉള്ളൂ, ആ മാസത്തിന്റെ ഇടയിൽ എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണം, സംസാരിക്കാൻ വേണം, എനിക്ക് പ്രസന്റ് ചെയ്യാൻ വേണം. ഈ മനസ്സ് ഉണ്ടാവുമ്പോ എന്തുണ്ടാവും? നമുക്കവിടെ ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മള്. ഇവിടെ ഈ മനസ്ഥിതി തന്നെ, അതായത് ഈ പറയുന്ന ആൾക്കും, ഈ പേഷ്യൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കും 1 മാസം തന്നെ ഉള്ളൂ. ബട്ട് അയാൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം, അല്ലെ? അതായത് ശരിയായിക്കോളും, നീ നമുക്ക് എന്ത് കാര്യവും അതിനൊരു ടൈം എടുക്കണ്ടേ, അല്ലെ? അപ്പൊ ഈ പേഷ്യൻസി കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം, ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചെടി നടുന്നത് പോലെയാണ്, അല്ലെ? അല്ലാതെ സ്വിച്ച് ഇടുന്നത് പോലെയല്ല. അത്ര ലാഘവത്തിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് വരാനായിട്ടെങ്കിലും പറ്റും. ഓക്കെ, അപ്പോ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എപ്പോഴാണ് വരുന്നത്? ഈ ഒരു കാര്യത്തിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ലേണിംഗ് ഇംഗ്ലീഷ് ഇസ് ലൈക്ക് ഗ്രോയിങ് ബാംബു എന്നാ പറയാം, അല്ലെ? ബാംബു ട്രീ ഇല്ലേ, അല്ലേ? ലേണിംഗ് ഇംഗ്ലീഷ് is like growing bamboo. എന്ന് വെച്ചാല് അത് നട്ട ഉടനെ അത് സാധാരണ ചെടികൾ വളരുന്ന പോലെ അത് വളരില്ല. അത് നമ്മള് എത്ര കാലം വെള്ളമൊഴിച്ചാലും ഇത് എന്താ ഒന്നും ആവുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക്. ഇംഗ്ലീഷിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അല്ലെ? നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനസ്സ് എന്താ ചിന്തിക്കുക? ഇത് ഇമ്പ്രൂവ് ആവുന്നില്ല, എനിക്ക് വാക്കുകളൊന്നും പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ കോൺഫിഡൻസ് ലോ ആവുന്നു എന്നായിരിക്കും ചിന്തിക്കുക, അല്ലെ? എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബാംബു ട്രീ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് അതിന്റെ വേരിനെ സ്ട്രോങ് ആക്കുകയാണ്, അല്ലെ? അത് വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉയരത്തിൽ വളരാനുള്ള ചെടിയാണത്, അല്ലെ? അപ്പോ അതിന്റെ വേരിനെ അത് സ്ട്രോങ് ആക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മളൊരു 1 month കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ഇല്ല. ഈ ഒരു തിളച്ചു മറിയുന്ന ഒരു മനസ്സെന്ന് എപ്പോഴും എന്തായിരിക്കും ചിന്തിക്കുക? എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു 1 month കൊണ്ട് അത് പേഷ്യൻസി ഉള്ള ഒരു മനസ്സിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ 1 month കൊണ്ട് എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് എന്തെല്ലാമാണ് അവിടെ ഇമ്പ്രൂവ് ആവുന്നത്? ലിസണിങ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അല്ലെ? അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്, അല്ലെ? ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട്.
ഇതൊക്കെ ഇൻസൈഡ് അസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. ബട്ട് നമ്മളത് കാണുന്നില്ല. എന്ന് പറഞ്ഞ പോലെ സ്ലോ ലേണിംഗ് ഈസ് സ്ട്രോങ് ലേണിംഗ് എന്നാ പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു മാസമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ 1.5 മാസമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന ഒരാള് ആദ്യത്തെ മനസ്ഥിതിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. എന്താ ഞാൻ ഇമ്പ്രൂവ് ആവാത്തത്, എനിക്ക് എന്താ ഇനി ഇമ്പ്രൂവ് ആവാൻ പറ്റാത്തത്, ഞാൻ എത്രയോ കാലം കൊണ്ട് പഠിക്കുന്നതാണല്ലോ അല്ലെ, എന്നിട്ടും എനിക്ക് ഈ ഒരു കോഴ്സിൽ വന്നിട്ടും എനിക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോൾ വാക്കുകൾ പുറത്തു വരുന്നില്ലല്ലോ അല്ലേ. ബട്ട് ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനുള്ള ടൈം നമ്മൾ കൊടുക്കണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്നാണ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്? ആക്ച്വലി ഐ ഡോണ്ട് നോ എന്നാണ് ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അതൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു പേഷ്യൻസി നമ്മൾ കാണിച്ച് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ ഉണ്ടാവും അല്ലെ. നമ്മളെ തന്നെ കൺസോൾ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ ഉണ്ടാവും. ഏത് ഒരു പേഷ്യൻസി, ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അല്ലെ. അവിടെ നമ്മളോട് കുറച്ചും കൂടെ കൈൻഡാണ്. ഇത് പെട്ടെന്ന് നടക്കില്ല, നീ ട്രൈ ചെയ്യുന്നുണ്ട്, അത് നടന്നോളും, എല്ലാരും ഇങ്ങനെ തന്നെയാണ്, നിനക്ക് ഗ്രോത്ത് ഉണ്ട്, നിനക്ക് തോന്നുകയാണോ എന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മോട്ടിവേറ്റർ ആണ് പേഷ്യൻസി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു ഏരിയ, ഏത് പെർഫെക്ഷനിസം നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, ഈ പേഷ്യൻസി കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്രീസ് ആവുന്നത് എന്താണ്, റെഡ്യൂസ് ആവുന്നത് എന്താണ്? നമ്മുടെ ഹെസിറ്റേഷൻ റെഡ്യൂസ് ആവുന്നുണ്ട് അല്ലെ. ഇൻക്രീസ് ആവുന്നത് എന്താണ്? നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ വരുന്നത് ഈ രണ്ട് മനസ്സുകളുടെ തോട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ രണ്ട് മനസ്സുകളും നമ്മുടെ കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്ന ഇത്തരം രണ്ടുപേരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് മൈൻഡ് ആയിട്ടുള്ളവരാണ് ഞാൻ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് കണ്ടിട്ടുള്ളത്. ഇതേ സംഭവം തന്നെ അവരുടെ അടുത്തുള്ളൂ, ഈ 1-8 മാസം അവരുടെ അടുത്തുള്ളൂ. ബട്ട് അവർ നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. എങ്ങനെയാണ്? ഈ മെത്തഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? അവിടെ അവർക്ക് ഉണ്ടാകുന്നത് എന്താണ്? ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അതേസമയം നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോവുകയാണെങ്കിൽ, കാരണം ഇതിലിപ്പോ നിങ്ങൾക്ക് അറിയാം ഗ്രാമർ അല്ലെ, ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അല്ലെ. ബട്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ കണ്ടാലും മതി. അതായത് നമ്മൾ ഇവിടെ തരുന്ന ഈ ഒരു കോഴ്സിൽ ഇപ്പൊ ഒരു 2 മന്താണ് നമ്മുടെ ബേസിക് കോഴ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രാക്ടീസിലൂടെ കടന്നു പോകാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചാൽ മതി. അതിന് നമുക്ക് എന്ത് വേണം? കൺസിസ്റ്റൻസി വേണം. ഇത് എന്താണ്, ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1/2 hour ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള കൂടെ നമുക്ക് വേണം. അല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ബ്ലെയിമിങ്ങോടെ വരുന്നത്. അല്ലാത്ത പക്ഷം ഇത് സ്മൂത്ത് ആണ്, ഇത് പോകുന്നുണ്ട്, പക്ഷെ അവരതിന്റെ റിസൾട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോ ഈ പേഷ്യൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്, ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട്, ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഓവർ ആൻഡ് ഓവർ ആയിട്ട് അത് കേൾക്കാനും അത് പഠിക്കാനും ഉള്ളൊരു മനസ്ഥിതി അവർക്ക് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഫിയർ റെഡ്യൂസ് ആവുന്നു, ഹെസിറ്റേഷൻ റെഡ്യൂസ് ആവുന്നു, നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ കൈൻഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഓക്കെ ഇപ്പൊ ഇത്രയും കേട്ടതെന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഐ മീൻ ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളോ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിന് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നവര് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് പലരും വരിക. മാം എനിക്ക് ഇത്രേ ടൈം ഉള്ളൂ എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അല്ലെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കേട്ടതെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടോ?
സന്ധ്യാജി, അതായത് ഞാൻ കൈ പൊക്കി ആരും വിളിക്കാത്തതാണ്, ഞാൻ തന്നെ സംസാരിക്കുകയാണ്. കേൾക്കുന്നുണ്ട്. ഞാനേ ഞാൻ അമേരിക്കയിൽ നിന്നാണ് ഈ ഇതിൽ പങ്കെടുക്കുന്നത് ഇവിടെ. ഓക്കെ സർ, വെൽക്കം സർ. ആ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയുമ്പോൾ അത് യെസ് ഈ സർ. കേൾക്കുന്ന ഒരുപാട് പേർക്ക് അത് കാര്യമായിട്ട് ഗുണം ചെയ്യും എന്നുള്ള ആ ഒരു ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദാറ്റ്. യെസ് സർ. ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് നാട്ടിൽ. ഓക്കെ സർ. എൻ്റെ അച്ഛൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു, അമ്മ 5ാം ക്ലാസ് വരെ. അപ്പൊ ആരും തന്നെ വീട്ടില് പത്രം വരുത്തിക്കൊണ്ടിരുന്നത്, അതും പത്രം വരുത്താൻ തുടങ്ങിയത് 10ാം ക്ലാസ്സിന് ശേഷമാണ്, SSLCക്ക് ശേഷമാണ്. അതൊരു പത്രം വായനയില്ല. ഈ സ്കൂളില് എല്ലാ പരീക്ഷയും ഞാൻ പാസ്സാവും, ഇംഗ്ലീഷും പാസ്സാവും. ഒന്നും മനസ്സിലാക്കിയിട്ടല്ല, കാണാതെ പഠിച്ചിട്ട്. അതായത് നമ്മൾ ലേണിംഗ് ഇറ്റ് ബൈ ഹാർട്ട്. SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ വലിയ പ്രയാസം നേരിട്ടത്. എന്താണ്? എല്ലാം ഇംഗ്ലീഷിലാണ്. എല്ലാം അവിടുത്തെ സോഷ്യൽ സ്റ്റഡീസും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഇംഗ്ലീഷ്. വളരെ കഷ്ടപ്പെട്ടു. അവിടെ എന്ത് ചെയ്തു? കാണാതെ പഠിച്ചു. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കാണാതെ പഠിക്കുക. അങ്ങനെ മഗപ്പ് ചെയ്തു. പ്രീ ഡിഗ്രിയും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട്, ഞാൻ അധികം സമയം എടുക്കത്തില്ല, ഇത് വിവരിച്ച് പറഞ്ഞാലേ മിക്കവർക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് എടുക്കുന്നത്, എഫേർട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. മെറിറ്റിന്റെ തന്നെ അന്ന് എൻട്രൻസ് എക്സാം ഒന്നും ഇല്ല. MBBSന് അഡ്മിഷനും കിട്ടി. ഇനിയാണ് എൻ്റെ വലിയ കഷ്ടകാലം തുടങ്ങുന്നത്. എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിൽ ഈ അനാറ്റമി, ഡിസെക്ഷൻ എല്ലാത്തിലും ആ ടീച്ചേഴ്സ് നമ്മൾ ക്ലോസ് ആയിട്ടിരുന്ന് ദിവസവും ഇത് ചെയ്യും, ഇന്ററാക്ട് ചെയ്യും. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് ചോദിക്കേണ്ടത്. അവർ ഇംഗ്ലീഷിലാണ് മറുപടി പറയുന്നത്. അവർ ചോദിക്കുന്നതിനും ഇംഗ്ലീഷിൽ മറുപടി പറയണം. ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു. ഇനി 3ാമത്തെ വർഷമായപ്പോൾ ക്ലിനിക്കൽ സൈഡിൽ പോയതിനു ശേഷം അവിടെ രോഗിയെ നോക്കിയിട്ട് ആ രോഗിയെ എക്സാം ചെയ്തതിനു ശേഷം പ്രസന്റ് ചെയ്യണം, കേസ് പ്രസന്റ് ചെയ്യണം. അപ്പോഴെനിക്ക് ഇംഗ്ലീഷ്, ഈ അവർ രോഗി മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണം. എനിക്ക് പറ്റാത്ത കാരണം ഞാൻ മിക്കപ്പോഴും എൻ്റെ അടുത്തുള്ള വേറൊരു സ്റ്റുഡൻറ്റ് വിജയകുമാർ, പുള്ളിയെടുത്ത് പറയും, വിജയകുമാർ പ്രസന്റ് ചെയ്തേക്കുള്ളൂ. അവർക്ക് സന്തോഷം, അവർക്ക് കൂടുതൽ അവസരം കിട്ടുകയാണ്. അതിന് കാരണം ആദ്യം ഒരു രോഗിയെ ഞാൻ പരിശോധിച്ചപ്പോൾ എന്താണ് അസുഖം ചോദിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് ഓർക്കാനം 2 ദിവസമായിട്ട് ഓർക്കാനം. എനിക്ക് ഓർക്കാനത്തിന് ഇംഗ്ലീഷ് വാക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് പറയാനും ചെറുതായിട്ട് തലച്ചുറ്റ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പിടിയില്ല എനിക്ക്. അപ്പൊ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. MBBS ഡേയ്സിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എല്ലാ പരീക്ഷയും പാസ്സായിട്ടുണ്ട് സന്ധ്യാജി. എല്ലാ പരീക്ഷയും പാസ്സാകുന്നത് കാണാതെ പഠിച്ചിട്ട്. MDയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് വലിയ എനിക്ക് ചലഞ്ച് വരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു. ഇനി ക്ലാസ് എടുക്കണം, ക്ലാസ് ഇംഗ്ലീഷിൽ എടുക്കണം. വർഗീഷ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് കാരണം ക്ലാസ് ഇംഗ്ലീഷ് എടുക്കണം. പ്രയാസം ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പോൾ ഞാൻ എന്താ അറിയാം, എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തന്നെ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ടില്ല. അന്ന് ഈ കോച്ചിങ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞ 1980 അടുപ്പിച്ചുള്ള കാലമാണ്. അതായത് 46 കൊല്ലത്തിന് മുമ്പ്. അന്ന് കമ്പ്യൂട്ടറും ഇല്ല. ഞാനിരുന്ന് അനലൈസ് ചെയ്യപ്പോൾ പ്രശ്നം, റൂട്ട് കാസ് ഇതാണ് സന്ധ്യാജി. നിങ്ങൾ ഇനി എല്ലാവരും ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. മെയിൻ പ്രോബ്ലം വൊക്കാബുലറി എന്ന് പറയുന്നത്. ആ പദസമ്പത്ത് ഇല്ലാത്തത് കൊണ്ടാണ് മിക്കപ്പോഴും ആ പേടിയും ആ നെർവസ്നെസ്സും എല്ലാം വരുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു, വീട്ടിൽ അത്രയും ദിവസം മലയാള പത്രം മാത്രമേ വരുത്തുള്ളായിരുന്നു. അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും, അതായത് ഹിന്ദു ന്യൂസ് പേപ്പറും ദിവസവും വരുത്താൻ തുടങ്ങി. എന്നിട്ട് ദിവസവും വൈകുന്നേരം 1/2 മണിക്കൂർ കുറഞ്ഞത് ഇംഗ്ലീഷ് പത്രം വായിക്കും. അതിൽ മെയിനായിട്ട് എഡിറ്റോറിയൽ വായിക്കും. എഡിറ്റോറിയൽ ആകുമ്പോൾ ഓരോ ദിവസവും വേറെ വേറെ ടോപ്പിക് ആയിരിക്കും. ഇന്ന് ടെററിസം ആണെങ്കിൽ നാളെ ടൂറിസം ആണെങ്കിൽ അടുത്ത ദിവസം ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ടാരിഫ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സ് ആയിരിക്കും. അത് വായിക്കുമ്പോൾ ഒരു 5 മുതൽ 10 വരെ പുതിയ വാക്കുകൾ, എനിക്ക് അറിഞ്ഞുകൂടാത്ത വാക്കുകളാണ് ഞാൻ കാണുന്നത്.
ഒരു Yeah. മടിയില്ലാതെ. ഇനി അടുത്ത ഓർക്കേണ്ടത് മടി പാടില്ല. ഒരു ലാംഗ്വേജ് പഠിച്ച് അതിൽ ഇത് ചെയ്യണം വെച്ചാൽ മടി പാടില്ല. ഒരു നല്ലൊരു ഡിക്ഷണറി എടുത്ത് ആ ഓരോ അറിയാത്ത വാക്കിന്റെയും, ഇന്നിപ്പം ഡിക്ഷണറി എടുക്കേണ്ട ആവശ്യമില്ല, ഇന്റർനെറ്റ് ഉണ്ട്, ഓൺലൈനിൽ തന്നെ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാം. അന്ന് ഡിക്ഷണറി എടുത്ത് മറിച്ച് നോക്കി ആ വാക്കുകളുടെ ഡെഫിനിഷനും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ദിവസം തന്നെ ആ ക്ലാസ്സിൽ പിള്ളേർക്ക് പഠിപ്പിക്കുമ്പോൾ ആ വാക്ക് എങ്ങനെയെങ്കിലും പ്രയോഗിക്കും. Yes. Yeah. That's അത് it. പ്രയോഗിച്ചില്ലെങ്കിൽ അത് പാസീവായിട്ട് കിടക്കും, അത് ആക്റ്റീവായിട്ട് കൊണ്ടുവരണം. Mm. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരു 10,000 പുതിയ വാക്കുകളാണ് ഞാൻ പഠിച്ചത്. Yeah. അതോടുകൂടി ഈ Mm. എല്ലാം മാറി. Yes. ഐ ക്യാൻ എക്സ്പ്രസ് മൈ തോട്ട്സ്, മൈ ഐഡിയാസ് യൂസിങ് ദി റൈറ്റ് വേർഡ്സ്. Yeah. അങ്ങനെ ഇംഗ്ലീഷിനെ പേടിച്ചിരുന്ന ഞാനിപ്പോൾ അമേരിക്കയിലാണ്. ഒന്ന് ആലോചിക്കേ, ആരെങ്കിലും പണ്ട് ഇയാൾ ഭാവിയിൽ അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. Yes. ഇവിടെ സായിപ്പിന്റെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് Yes. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും ആദ്യം നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3 വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യണം. അത് ചെയ്താൽ മതി. ഒരു 90% ഓഫ് ഈ ഫിയറും എല്ലാം മാറിക്കിട്ടും. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടല്ലോ അല്ലേ? സാറിന്റെ ഒരു പൊട്ട ഇംഗ്ലീഷ് വെച്ചിട്ട് അമേരിക്കയിൽ എത്തിയെന്നാണ് പറഞ്ഞത്. സാറിനോട് ഒരു സംശയം, സാറിനോട് Okay, ചോദിക്കാനായിട്ടൊരു സംശയം. സാർ Go ahead. അമേരിക്കയില് സംസാരിക്കുമ്പോ ഈ പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് അവരുടെ ഇംഗ്ലീഷും ഒക്കെ വ്യത്യസ്തമാണല്ലോ പ്രൊനൗൺസിയേഷൻ. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സാറിന് അനുഭവപ്പെടുന്നുണ്ടോ സാർ? ഇതേ ഉണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റിയൽ എക്സാമ്പിൾ തന്നെ പറയാം, പോരെ? ഞാൻ എന്ത് വെച്ചാല് ആ പ്രൊനൗൺസിയേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു വാക്ക് ഉണ്ടെന്ന് വെച്ചോ, ഏതെങ്കിലും വാക്ക്, അതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം? അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആ ലൗഡായിട്ട് തന്നെ ആ ഇത് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ അവിടെ ഷെഡ്യൂൾ എന്ന് പറയും, ഇവിടെ സ്കെഡ്യൂൾ എന്നാണ്. ഇവിടെ ഷെഡ്യൂൾ അല്ല, സ്കെഡ്യൂൾ. നമ്മുടെ അവിടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ ഫിനാൻഷ്യൽ. അവിടെ ഫൈനാൻഷ്യൽ, ഇവിടെ ഫിനാൻഷ്യൽ. 2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഇതേപോലെ ഒരുപാട് ഇതിന് പ്രൊനൗൺസിയേഷൻ വ്യത്യാസമാണ്. അത് ഞാൻ ബോധപൂർവം അതിന് സമയം ചെലവാക്കണം. ഈ മടിയാണ് മിക്കവർക്കും. പിന്നെ ഇപ്പോഴും എനിക്ക് ചില വാക്കുകൾ ഞാൻ പറഞ്ഞാൽ രോഗികൾക്ക് മനസ്സിലാകത്തില്ല. ഒരു ഉദാഹരണത്തിന് ഇവരടുത്ത് ഞാൻ ഇവിടെ അമേരിക്കയില് ദിവസവും മലം പോവും, വെളിക്കിറങ്ങാറുണ്ടോ? നമ്മുടെ നാട്ടിൽ പറയില്ല ദിവസവും വെളിക്കിറങ്ങാറുണ്ടോ. ഇവിടെ അതിന് പറയുന്നത് ഡു യു ഹാവ് ബവൽ മൂവ്മെന്റ്സ് എവറി ഡേ? ബവൽ മൂവ്മെന്റ്, ബവൽ എന്ന് പറഞ്ഞാൽ BOWEL, ബവൽ എന്ന് പറഞ്ഞാൽ കുടല്. ബവൽ മൂവ്മെന്റ്സ് എന്നാണ് രോഗി എടുത്ത് ചോദിക്കുന്നത്. ഇത് ഞാൻ ഇത്രയും നാളായിട്ടും ഞാൻ അവർക്ക് ആദ്യമൊക്കെ ചോദിച്ചു, ഡു യു ഹാവ് ബവൽ മൂവ്മെന്റ്സ്? എന്ന് അവരിങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ തുറിച്ചു നോക്കിയിട്ട് യാ എന്ന് പറയും. ഇവിടെ അതിൻ്റെ അകത്തും ദിവസവും വെളിക്കിറങ്ങുന്നു എന്നുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞ് അവസാനം എല്ലാം ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ഡു യു വാണ്ട് ടു സേ സംതിങ്? അപ്പോഴേ ചിലർ പറയും, വാട്ട് ഷുഡ് ഐ ടേക്ക് ഫോർ മൈ കോൺസ്റ്റിപ്പേഷൻ? ഞാൻ ഈ ബവൽ മൂവ്മെന്റ് ചോദിച്ചോണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ചോദിക്കുകയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ. ഇത് ആവർത്തിച്ച് മനസ്സിലായി. എന്റെ ആ ബവൽ പറയുന്നതിൽ എവിടെ കുഴപ്പമുണ്ട് കേട്ടോ, അവർക്ക് മനസ്സിലാകുന്നില്ല ആക്സെന്റ്. അത് എനിക്ക് പിന്നെ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത പിന്നെ ഞാൻ എളുപ്പവഴി കണ്ടുപിടിച്ചു. എന്തെന്നറിയാം? ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ എല്ലാവരും പറയുന്നത് ഡു യു വാണ്ട് ടു പൂപ്പ്? POOP, പൂപ്പ്, വെളിക്കിറങ്ങും, പൂപ്പ് എന്ന് പറയും. അപ്പൊ അശ്ലീല വാക്കല്ല, അത് അശ്ലീല വാക്കല്ല. അത് കാരണം ഞാൻ ഈ രോഗികളത്തേക്ക് ഡു യു പൂപ്പ് എവറി ഡേ? ഓ യെസ്, അപ്പൊ ക്ലിയർ ആയി. ഡു യു പൂപ്പ് എവറി ഡേ? നോ, തീർന്നല്ലോ. അങ്ങനെ ഈ അംബിയാജി നിങ്ങൾ ചോദിച്ചതിന് ഉത്തരവാണ്. പ്രൊനൗൺസിയേഷൻ ചിലത് ഒരു രക്ഷയില്ല. പക്ഷേ 90% ഓഫ് ഇതും എനിക്ക് മാറ്റാൻ പറ്റി. ഞാൻ ഇവിടെ സംസാരിക്കുന്ന ആക്സെന്റ് അല്ല നാട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇപ്പൊ സംസാരിക്കുന്ന ഈ ഇംഗ്ലീഷ് ആക്സെന്റ് അല്ല ഞാൻ രോഗിയുടെ സംസാരിക്കുന്നത്. രോഗിയുടെ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ആക്സെന്റ് മാറ്റും ഞാൻ ഇവിടത്തേക്ക് വേണ്ടിയിട്ട്.
So that is the answer. I think that I have satisfied your question. Answer. Convincing ayo, Ambikaji. Okay. Thank you, sir. Right. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ഇന്ററാക്ഷൻ ആയിരുന്നു. നല്ലൊരു എന്താ പറയണ്ടേ, കുറെ ഇൻഫർമേഷൻ സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലേ നമുക്ക്. അല്ല ഏറ്റവും ഇത് വെച്ചാല് എനിക്ക് ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കുള്ളതിന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് തുറന്നു പറയാൻ മിക്കവർക്കും മടി കാണും, അവർ പറയത്തില്ല. എനിക്ക് തീരെ അത് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പണ്ടുണ്ടായിരുന്ന അതിനെല്ലാം ഒരു ഡൈല്യൂട്ട് ചെയ്യാതെ അതുപോലെ പറയുന്നു. ഇന്നിപ്പോ നാട്ടിൽ മലയാളം പോലും നേരെ സംസാരിക്കാൻ മിക്കവർക്കും പറ്റുന്നില്ല എന്നുകൊണ്ട് ഒരു ഉദാഹരണം പറയാം. ഏതെടുത്താലും ഒറ്റ വാക്കേ ഉള്ളവർക്ക് ഭയങ്കര, അയാൾ ഭയങ്കര പാവമാണ്. അതെങ്ങനെ പാവം ഭയങ്കര ആവും? അയാൾ ഭയങ്കര സ്മാർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയേണ്ടത് അയാൾ വെറും പാവമാണ്, എനിക്ക് ഭയങ്കര വിശപ്പാണ്, എനിക്ക് വല്ലാത്ത വിശപ്പാണ്. അങ്ങനെ വൊക്കാബുലറി മലയാളത്തിൽ പോലും ചുരുങ്ങി വരികയാണ്. ഓക്കെ, റൈറ്റ്. യെസ് സർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അംബിക മാം ചോദിച്ചത്, ഇപ്പം നമ്മൾ ഓരോ കോഴ്സ് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും, കാരണം ഇപ്പൊ ഈ ഇംഗ്ലീഷിന് പല ലെവലുകൾ ഉണ്ടല്ലോ. മാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പം നമ്മള് ഇംഗ്ലീഷിന് പല ലെവലുകളുണ്ട് അല്ലെ? A1, B1, C1 എന്ന് പറഞ്ഞിട്ട് ലെവലുകളുണ്ട് അല്ലെ? ബിഗിനർ ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, പിന്നെ അഡ്വാൻസ്ഡ് ലെവൽ. അപ്പൊ നമ്മള് ഈ ലെവലിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, നമ്മളൊരു ബിഗിനർ ലെവലിൽ നിന്ന് ഇനി ഇന്റർമീഡിയറ്റിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതായിട്ട് മാറും. അവിടെ ഉപയോഗിക്കുന്ന വെക്കാബുലറി ഒക്കെ നമ്മൾ എന്തായിരിക്കും, കേട്ട് ശീലമില്ലാത്ത പുതിയതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ആക്സെന്റിനോട് നമ്മൾ എന്താവും, കണക്റ്റഡ് ആവും. നമ്മളൊരു 1-2 മാസം നമ്മൾ ആ ഒരു കോഴ്സിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അതിലേക്ക് പോകും, നമ്മളറിയാതെ. കാരണം ഇത് ദിവസം കേൾക്കില്ലേ നമ്മളെ സാറും തന്നെ പറയുന്നത്, നമ്മളും തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന, ക്ലാസ്സിലുള്ളവരും തന്നെ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു തൃശ്ശൂർക്കാരോട് സംസാരിച്ച കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സംസാരത്തിന് ഒരു വലിവുണ്ടാവും അല്ലെ? എന്ന് പറഞ്ഞ പോലെ നമ്മള് അതിലേക്ക് അഡോപ്റ്റഡ് ആവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ IELTS-ലേക്ക് കിടക്കുമ്പോൾ, IELTS-ലേക്ക് പോകുമ്പോഴേക്കും അവിടെ വെക്കാബുലറി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അഡ്വാൻസ്ഡ് വെക്കാബുലറീസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ സാറ് ശരിക്കും ഒരു നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് നമ്മളോട് സംസാരിക്കുക. ഇപ്പൊ വേണു സാറ് പറഞ്ഞ പോലെ 2 days എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അറിയാം, പക്ഷെ കേട്ടതിന്റെ ഒരു വെപ്രാളം, ഇതിന് ഞാൻ ആൻസർ ചെയ്യണല്ലോ എന്നുള്ളത്. കാരണം നമ്മളിപ്പോ ബിഗിനിങ് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നപ്പോ നമുക്കറിയാം എങ്ങനെ പറയേണ്ടത്. ബട്ട് ആ ഒരു ആക്സെന്റിനോട് നമുക്കൊരു പേടി. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നേറ്റീവ് സ്പീക്കറിനോട് സംസാരിക്കുന്നത്. അതൊരു 2 ദിവസം എടുത്തുള്ളൂ, 2-3 ദിവസം എടുത്തുള്ളൂ. പിന്നെ നമ്മൾ അതും അഡാപ്റ്റ് ചെയ്യും. ഒരു 1 month ഒക്കെ കഴിയുമ്പോഴേക്കും സാറ് പറയുന്നത് എനിക്കും ക്ലിയർ ആയിട്ട്, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് സാറിന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോ ആ ഒരു അത് മനുഷ്യന്റെ ഒരു 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 കഴിവാണ്. നമ്മൾ എന്തും അഡാപ്റ്റ് ചെയ്യും. അത് ഇനിയിപ്പോ ഒരു ഭാഷ ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, ആ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഹ്യൂമൻ ബീയിങ്ങിനുണ്ട് അല്ലെ മാം? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ചെന്നാലും നമ്മള് അല്ലേ വേണു സാർ, ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം എന്നാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനോട് നമ്മള് യൂസ്ഡ് ആവുന്നതാണ്. പിന്നെ ഇതിനൊക്കെ വേണ്ടത് എന്തിനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ്. ആദ്യം നമുക്ക് കേൾക്കുമ്പോ അയ്യോ ഇത് എനിക്ക് പറ്റില്ലേ എന്ന് തോന്നുന്നോടത്ത് അപ്പൊ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എനിക്ക് പറ്റും, വൈ നോട്ട്? ഇത് ഞാൻ മലയാളം പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഭാഷയാണ്, ബാക്കിയുള്ളവർക്ക് കൺവീൻസ് ആവണം എന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭാഷയാണിത്. ലോകത്തെമ്പാടും സംസാരിക്കുന്നു, അതുകൊണ്ട് ഇതിനൊരു ഗ്ലാമർ ഉണ്ട് അല്ലെ? അപ്പോ ഇതെനിക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു മനസ്ഥിതി വെച്ചിട്ട് നമ്മൾ വരുമ്പോ സെൽഫ് ഡൗട്ട് ആദ്യം ഒഴിവാക്കുക. എനിക്ക് പറ്റും, അത് ആദ്യം ബിലീവ് ചെയ്യുക. നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ വിശ്വസിക്കാണ്ട് പിന്നെ നമ്മൾ വേറൊരാളെ വിശ്വസിപ്പിക്കാൻ ചെന്നൊരു കാര്യമില്ല. അത് നമ്മൾ കോൺഫിഡന്റ് ആവുക, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ തരുന്ന കാര്യങ്ങളോട് അത്രയും നമ്മള് അത്രയും എന്താ പറയാ, ഒരു കുട്ടിയെ പോലെ അല്ലെ, ഒരു കുട്ടിയെ പോലെ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ കംപ്ലീറ്റ്ലി. കാരണം ഇതെടുത്ത് പറയാൻ കാരണം നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അവിടെ ആദ്യം ഈഗോനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക്
പകുതി പ്രശ്നം എന്നല്ല, എല്ലാ പ്രശ്നവും തീരും. അവിടെ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള ഡൗട്ടായിരിക്കും അവർ ചോദിക്കുക. പക്ഷെ അത് ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. പഠിച്ചാലും മനസ്സിലാവാത്തതിന്റെ വലിയ പ്രശ്നം അവിടെ കിടക്കുന്നത്. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, എന്നെ കുറിച്ചിട്ട് എന്ത് ചിന്തിക്കും, അത് മാറ്റി വെച്ചാല് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇപ്പൊ ഞാൻ പഠിച്ചു, ഞാൻ പഠിപ്പിക്കുന്നു, ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റും. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. കംപ്ലീറ്റ്ലി സാറ് പറഞ്ഞ എല്ലാ സഫറിങ്സിലൂടെയും കടന്നുപോയ ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ എന്നെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യം വേണ്ടത്, നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു സാറിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് റെസ്പെക്ട്, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതില്ലാണ്ട് നമ്മൾ വരരുത്. ആ ഒരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ തന്നെ നമ്മുടെ മോട്ടിവേറ്റർ ആവുക. വേറൊരാൾ മോട്ടിവേറ്റ് ചെയ്താലും നമുക്ക് വർക്കാവില്ല. അതേസമയം നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, അത് മാത്രമേ വർക്കാവാൻ പാടുള്ളൂ. വേറൊരാളുടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ അയാൾക്ക് ചിലപ്പോൾ എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലേ നമ്മൾ കറക്റ്റ് ആവുള്ളൂ എന്നുള്ള തരത്തിൽ നമ്മൾ വളർന്നിരിക്കണം. അല്ലെങ്കിൽ തരത്തിലേക്ക് നമ്മളൊരു തലം അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവണം. അപ്പോഴേ നമുക്ക് നമ്മളോട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവിടെ മാത്രമേ ലാംഗ്വേജ് എന്നല്ല, എന്തും പഠിച്ചാൽ ക്ലിയർ ആവുന്നത് ആ ഒരു ഫ്രേസിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫൈനലി എനിക്ക് ഈ ഓവറോൾ ഈ ഒരു ക്ലാസ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സോ ഇൻസ്റ്റെഡ് ഓഫ് എയിമിംഗ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് യു ഷുഡ് എന്തിനാ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? പ്രോഗ്രസ്. ഓക്കെ, ആ ഒരു പെർഫെക്ഷനിസം കീപ്പ് ചെയ്യാന്നുള്ളത് വിട്ടിട്ട് വി ഷുഡ് എയിം ഫോർ പ്രോഗ്രസ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ സന്ധ്യജി ഒരു 2 പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഒന്ന്, നമ്മുടെ അവിടെ ഉള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ മലയാളം ചാനൽ, TV ചാനൽ നോക്കി മുഴുവൻ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇംഗ്ലീഷ് TV ചാനലിൽ ചിലതിൽ ഡിബേറ്റ് ഉണ്ട്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് 2 പേര് ഇംഗ്ലീഷ് അതിന്റെ ഈ ഒരേ ഒരു ഇതിനെ ഇവർ പറയുന്നത് അവർ പറയുന്നത്. അപ്പൊ അവിടെ ലാംഗ്വേജ് സ്കിൽസ് നന്നായിട്ടുണ്ടെങ്കിലേ ഒരാൾക്ക് ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാണുന്നത് ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അത് ഇംഗ്ലീഷ് BBC ചാനലിൽ കാണും ഡിബേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ അവിടെ തന്നെ ഇന്ത്യയിലുള്ള ചില ചാനൽസ്, ഇന്ത്യ ടുഡേ ഓർ ടൈംസ് നൗ, ഇങ്ങനെ ഏതെങ്കിലും ഇതിലേക്ക് അത് കാണുക. എന്നിട്ട് അത് നമ്മുടെ അവിടുത്തെ മിക്ക ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് തന്നെ അവർക്ക് യാതൊരു കഴിവുമില്ല. ഒരു ഉദാഹരണം, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇംഗ്ലീഷിൽ MA MPhil PhD എല്ലാം ഉള്ള ഒരാളാണ് പറയുന്നത്, വെറെവർ ഐ ഗോ ഐ ക്യാരി മൈ ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞു. അത് നമ്മൾ കണ്ടാണ്. അതാണ് അവരുടെ ഇംഗ്ലീഷിന്റെ ഇതിൻ്റെയൊക്കെ HOD ആയിരുന്നു. ഇങ്ങനെയുള്ളവരാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അവിടെ പഠിപ്പിക്കുന്നത്. കഷ്ടമാണ്. അതുകൊണ്ട് സെൽഫായിട്ട് ഞാൻ പറഞ്ഞ ഇത് മാത്രം ചെയ്താൽ മതി, എവിടെയും പോകണ്ട. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ആൻഡ് അല്ല, അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് കുട്ടികളുണ്ടല്ലോ, കുട്ടികള് നന്നായിട്ട് ചില കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കും. എങ്ങനെയാണെന്നറിയോ? കാർട്ടൂൺ കണ്ടിട്ട്. ഇംഗ്ലീഷ് ചാനല് വെച്ച് കൊടുത്താൽ ആ കാർട്ടൂണ് അവരെ ഒബ്സർവ് ചെയ്ത്, അല്ലെ, അവരിങ്ങനെ കേട്ടോണ്ട് അവർ കളിക്കൊക്കെ ആയിരിക്കും. പക്ഷെ അവരത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നിട്ട് അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. മലയാളം ചാനൽ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എപ്പോഴും നല്ലത് ഇതുപോലത്തെ ഇംഗ്ലീഷ്. അപ്പൊ എന്താണെന്നറിയോ? പ്രൊനൗൺസിയേഷൻ നമുക്ക് വേറെ പഠിക്കണ്ട. പ്രൊനൗൺസിയേഷൻ അവർക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ക്ലാസ്സിന് വരുന്ന അഡൽട്സ് ആയിട്ടുള്ളവരെ ഞാൻ ആദ്യം കറക്റ്റ് ചെയ്യുന്നത് ഈ പ്രൊനൗൺസിയേഷൻ ആണ്. അത് വളരെ വിയേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആക്കുക. നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. അവരതായിരിക്കും പറയുന്നത്, അത് പിന്നെ അങ്ങ് തറവാവും. ഞാൻ എന്റെ ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ മിസ്റ്റേക്കിനെ കറക്റ്റ് ആക്കാനാണ്. കാരണം ഏതോ കാലങ്ങളായിട്ട് അവർ പഠിച്ചു വെച്ച ഈ ഒരു മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ടാസ്കാ. ആദ്യം അവർ അവിടുന്ന് തുടങ്ങണം. പ്രൊനൗൺസിയേഷൻ തൊട്ടിട്ട് അവർ തുടങ്ങിയിട്ട് വേണം പിന്നെ സംസാരിച്ച് തുടങ്ങാൻ. അപ്പോഴേക്കും അവർ ടൈം എടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 1 hour 1.5 hour 2 hour ഒക്കെ പോകും ക്ലാസ്. എത്ര നേരം വേണമെങ്കിലും ഞാൻ അവൈലബിൾ ആയിരിക്കും. കാരണം എനിക്ക്
നല്ലൊരു റിസൾട്ട് ഞങ്ങൾ ഫൈസൽ സാറും ഞാനും ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരേ കൺസേൺ നല്ല റിസൾട്ടാണ്. ഓക്കെ, അപ്പൊ ഫൈസൽ സാർ എന്നെ വിശ്വസിച്ച് അത് ഏൽപ്പിച്ചു. ഇതുവരെ സോഫാർ നല്ലൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ്സും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഒരു വെബിനാറിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക. നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ടൈം ഇല്ല എന്നുള്ളത് മാത്രം കാരണമായിട്ട് പറയണ്ട. അതിനാണ് ഞാൻ നേരത്തെ ഒരു സൊല്യൂഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ എടുക്കാനായിട്ട് നമ്മളത് പ്രായം ഒരു വിഷയമല്ല. മാം ഇനി ഇപ്പൊ ഞാൻ പഠിച്ചിട്ട് അത് ചോദിക്കരുത്. ഇപ്പൊ ഞാൻ പഠിച്ചിട്ട് അത് ചോദിക്കാനേ പാടില്ല. അപ്പോ നമുക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചില ആൾക്കാര് ഇപ്പൊ ഒരു മാം ഉണ്ട്, എന്റെ ഫ്രണ്ടാണ്, അഡ്വക്കേറ്റ്. ഞാൻ ഇവിടുന്ന് ബിംബിളിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അവർക്ക് ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവര് പാരന്റ്സ് നിർബന്ധിച്ച ഒരു അഡ്വക്കേറ്റ്, അവർ ആഗ്രഹിച്ചത് ടീച്ചർ ആവാനായിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അവരെന്താ ചെയ്യണത്? ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിലെ അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അഡ്വക്കേറ്റ് ആണ്, ഇപ്പൊ അവര് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് അവരുടെ ഉള്ളിൽ ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ അവര് ക്ലാസ്സസ് എടുത്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പഠിക്കുക എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹത്തിനെ ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നതോ, ടൈം ഇല്ല എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ എനിക്ക് ഏജ് ആയി എന്ന് പറയുന്നതോ, ഇതൊക്കെ നമ്മുടെ തോന്നലാണ്. ഓക്കെ, നമുക്ക് അതിനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ ഓഫ് യു. ഇത്രയും സമയം എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്തതിന് താങ്ക് യു ഓൾ ഓഫ് യു. ചോദിക്കാം, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സാർ. വർഗീസ് സാർ, സാറിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ബാക്കി എല്ലാവരും ക്യാമറ ഓപ്പൺ. താങ്ക് യു സാർ, താങ്ക് യു. എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? Okay, thank you. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.